ബാക്ക്. വെൽക്കം ടു റോയൽ ചാറ്റ് വ്ലോഗ്. എൻ്റെ മക്കളെ സെറ്റല്ലേ? ഇന്ന് ഹർത്താലൊക്കെ പെരവത്തിരിക്കുക, എല്ലാവരും പെരവത്തിരിക്കുക. ഞങ്ങൾ പുറത്ത് ഇറങ്ങി വരി. ഇനി എടുക്കാൻ പോകുന്നല്ലേ? നമ്മൾ പോകുന്നത് പാതാർക്കാണ്. എൻ്റെ മോനെ അടിച്ചു പൊളിച്ചിട്ട് നമുക്ക്. അപ്പോൾ പാതാർക്ക് തന്നെ ലൊക്കേഷൻ ഞാൻ താഴെ കമൻറ്റ് ചെയ്ത്, അല്ലെങ്കിൽ എന്ത് നമുക്ക് പിൻ ചെയ്തിട്ട് സാധനം കേട്ടോ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ സംഭവം പോകുമ്പോൾ 4 ആൾക്കാരാണ്. ഇതാക്കി 2 ടീം വരുന്നുണ്ട്. ഇതാക്കി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോയ ടീം വരുന്നുണ്ട് 4 ആൾ. ഒന്ന് ഷുഹൈബ്, അതുപോലെ സെമി, അതുപോലെ നമ്മളെ ഷിമാസാറ്. വൈബൊക്കെ മറ്റേ അടിപൊളി സ്പോട്ടാണ് പാതാർ എന്ന് പറഞ്ഞത്. ഇവിടെ നിന്ന് അധികം കുതിരച്ച നമ്മൾ, അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് നടന്നു പോയിട്ട് നമുക്ക് എന്ത് ചെയ്യും, പുഴയ്ക്ക് ഇറങ്ങുന്ന സംഭവം. അപ്പോൾ നല്ല ചില്ലൊക്കെ പോവാം. എല്ലാവരും എന്താ പറയുക, ചെക്കന്മാരൊക്കെ അടിച്ചു പൊളിക്കുന്ന മിസ്സാണൊക്കെ നോക്കണം. നമ്മളെ കൂടെ പോകുന്ന ഇല്ലെന്നൊക്കെ നോക്കണ്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. സംഭവം വെച്ചാൽ ഇങ്ങനെ ഒരുപാട് കേൾക്കുന്നുണ്ട്. വെച്ചാൽ വെള്ളച്ചാട്ടത്തിൽ ഓട്ടോമാറ്റി പോയിട്ട് ചെക്കന്മാർ മിസ്സായി പോകും, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നീന്തരത്തൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കൂടുതൽ പോകുമ്പോൾ. അപ്പോൾ അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ എന്നാൽ കൂടെ പോകുന്നതാണ്. അപ്പോൾ എന്നാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അല്ലെങ്കിൽ അടിച്ചങ്ങ് പൊട്ടിച്ചേക്ക്. അപ്പോൾ ഇവിടെ എന്താ പറയുക, നമ്മൾ റോഡ് സൈഡിൽ വണ്ടിച്ചാണോ അങ്ങനെ കയറി പോരാൻ കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ഇടവഴിയാണ് ഇതിന്. പ്രോപ്പർട്ടി വഴിയൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇത്രയൊക്കെ സംഭവമുള്ളൂ. കാണാൻ എന്താ പറയുക, ഒരുപാട് അലമ്പാക്കാൻ പാടില്ല. 2 വീട് അല്ലേ, സൈഡിൽ 2 വീട് കിടക്കുന്നുണ്ട്. പോലെ അല്ലാതെ എന്ത് ചെയ്യുക, അലമ്പാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കയറി പോരാ. എന്താണോ എന്താ ഉദ്ദേശോ? അപ്പോൾ ഇതൊക്കെയാണ്. ഇതാണ് വെള്ളത്തിന് സൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് കുറവായി കാണാം. വെള്ളത്തിന് സൗണ്ട് കൂടുതലായിട്ട് കേൾക്കാം അല്ലേ. ഇവിടെ കണ്ടതൊക്കെ ഉണ്ടെന്ന്. ഓ ഇന്ന് സംഭവം എന്താ പറയുക, അവധിയല്ലേ. അപ്പം ഇന്ന് അടിപൊളി ടീംസ് ഉണ്ടാവുന്നു. ചെക്കന്മാരൊക്കെ ഫുള്ളുണ്ടാവും. അപ്പം എന്നാൽ അവിടെ തിരി കാണണം. ഇതാണ് മേഖല വൈകിട്ടോ. എൻ്റെ മോനെ കിട്ടില്ലല്ലേ. ഇത് ടാസ്ക് വയ്യാണ്. അല്ലെങ്കിൽ പറ്റിപ്പിടിച്ച് ഇറങ്ങണം. ചെറിയ റിസ്കിൽ പരിപാടിയാണ്. അപ്പോൾ ഇറങ്ങട്ടെ, ക്യാമറ പിടിച്ച് ഇറങ്ങാം. അതിനല്ലേ ഇങ്ങനെ വെക്കണം. ഇവിടെ ചുറ്റിപ്പിടിച്ച് ഇങ്ങനെ കയറണം. ഈ പാറ ഇങ്ങനെ കയറി ഇതിലിങ്ങനെ ഇറങ്ങി. നീ കാണുമ്പോൾ ഡേഞ്ച് തോന്നില്ലല്ലോ, പക്ഷെ നല്ല ഡേഞ്ച് കേട്ടോ. ഇവിടെ ഇങ്ങനെ സ്ലോപ്പ് കിടക്കാം. ഞാൻ അപ്പോൾ കഴിച്ച് നമ്മൾ പോയ വഴി അവർക്ക് പറ്റില്ല. ഇതിന് കോട്ട കേട്ടോ. അപ്പോൾ അത് പോയ വഴി പറ്റില്ല. അപ്പോൾ വേറെ വഴി കാണിച്ചിട്ടോ. ആദ്യം നമ്മൾ പാതാറങ്ങാനും ജസ്റ്റ് റൈറ്റ് കയറുക. ആ വഴി ഇങ്ങനെ കയറി പോരാ. അത് ഒരു റബ്ബർ നടന്ന ഒരു എൻഡ് ആണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അല്ലേ ഒരു എൻഡാണ് കാണാൻ പറ്റും. അവിടെ കുറച്ച് ഇറങ്ങി വരിക. അത് അങ്ങനെ ചെറിയൊരു ഇടവഴി കണ്ടല്ലേ. എന്നിട്ട് കയറി പോവാം. അപ്പോൾ അത്രേ ഉള്ളൂ. എന്നിട്ട് പോയിരുന്നു. അപ്പോൾ 2 വഴി ആയാലും ഇന്ന് ഒരു സ്ഥലത്ത് നമ്മൾ 2 വഴി കണ്ടുപിടിച്ചിരിക്കുന്നു. നമ്മളെ കൂടുതൽ അറിയാമായിരുന്നു വഴി. പക്ഷേ എന്ന് വെച്ചാൽ ചോദിക്കേണ്ടത് അവസാനം വെച്ചാൽ ഇവിടെ ഏട്ടനായിരുന്നു, തേങ്ങ വിളിക്കുന്ന ഏട്ടൻ കേട്ടോ. മൂപ്പര് പറഞ്ഞൊന്ന് വഴിക്ക് തന്നിട്ട് ഞങ്ങളൊക്കെ വലിയ മറ്റേ വഴിക്കാണ്. സംഭവമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യണം. ആ ഒരു പോണ്ടിക്ക് എത്തണമെങ്കിൽ ഞാൻ പോണ്ട് കാണിച്ചല്ലോ. നിങ്ങൾ കണ്ടില്ല, ഇപ്പോൾ വീഡിയോയിൽ പോണ്ട് കണ്ടില്ലേ. ഒരുപാടൊന്നുമില്ല, കല്ലൊക്കെ ഉണ്ടെന്നുള്ളൂ. വേറെ റിസ്ക് കാര്യങ്ങളൊന്നുമില്ല. വെള്ളത്തിന് ആ സൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സൗണ്ട് ഒക്കെ ഉണ്ട്. കൊല്ലിടാ അടിയിൽ കയറിയാണ്. അധികമൊന്നുമില്ല, ഒരു 100 മീറ്റർ അത്രേ ഉള്ളൂ. പക്ഷേ കയറി മുട്ടിൽ കത്തിക്കും. അപ്പോൾ പോട്ടെന്ന് പറയാം. മഴ ഞാൻ സാധിച്ചോ. എപ്പോഴും മഴൻ്റെ രീതിയിലൊക്കെ. അപ്പോൾ എന്നാ കണ്ടോ
വളരെ കണ്ടാണ്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ ഒന്നുകൂടി ഒരു അടി വൈബൊക്കെ വേണ്ടി ഇറങ്ങിട്ടോ. നമ്മൾ ചെക്കന്മാരപ്പോൾ മറ്റേ ഫാമിലി ആയിരുന്നു. അപ്പൊ എന്നാ അത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പോൾ അടിയിലേക്ക് പൊട്ടിച്ചേക്കുക. എന്നാൽ മാത്രമായിരിക്കും അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ.